ജമാഅത്തെ ഇസ്ലാമി ആശയം മുന്നോട്ട് വെക്കും. അതിൻ്റെ പ്രചാരകർ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ്. പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ആശയം പറയാനും പ്രചരിപ്പിക്കാനും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മീഡിയ വണ്ടിലൂടെ, മാധ്യമത്തിലൂടെ ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഓരോ വീട്ടിലും എത്തിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. നമ്മൾ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിൽ ഒരു തരത്തിലുള്ള പിശുക്കും പിന്നോട്ട് പോക്കും കാണിക്കരുത്. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന അതേ ശക്തിയിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെയും എതിർക്കണം. നമ്മളൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്, ലീഗ് തിരക്കടില്ല, ഓരങ്ങനെ വർഗീയല്ല, ഇങ്ങനെ വർഗീയല്ല. ഞാൻ പറഞ്ഞില്ലേ, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഈ ഓരോ വാക്കും ആശയവും അതിന്റെ ആന്തരാർത്ഥത്തിലും ബാഹ്യാർത്ഥത്തിലും മുസ്ലിം മനസ്സുകളിലേക്ക് അടിച്ചു കയറ്റുന്ന ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ലീഗിന്റെ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കാതെ നമുക്ക് ഈ ന്യൂനപക്ഷ വർഗീയതയെ എതിർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ആ കാര്യമാണ് നമ്മൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഒരു തരത്തിലുള്ള ദയയും വിമർശിക്കുന്നതിൽ മുസ്ലിം ലീഗിനോട് നാം കാണിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന 5000 പേരുടെ ഒരു സംഘടന മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മസ്തിഷ്കങ്ങളിലേക്ക്, അവരുടെ ചിന്തയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്, സന്നിവേശിപ്പിക്കുന്നത് മുസ്ലിം ലീഗാണ്, ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. പ്രത്യേകിച്ച് യൂത്ത് ലീഗ്, MSF, അവരുടെ നേതാക്കന്മാരുടെ വാക്കുകളിൽ പോലും ഇപ്പോ ഒരു ജമാഅത്ത് ചൊവ്വ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പണ്ട് മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് അന്യമായിരുന്ന, അവർക്ക് കഴിയാത്ത വാക്കുകൾ, ആശയങ്ങൾ, ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയും. ഇപ്പൊ യൂത്ത് ലീഗിന്റെയും MSFന്റെയും നേതാക്കന്മാര് തലേ ദിവസത്തെ മീഡിയ വണ്ണും അതുപോലെ തന്നെ മാധ്യമവും പത്രവും നോക്കി എന്താണ് നാളെ ഞങ്ങൾ വർഗീയത പ്രചരിപ്പിക്കേണ്ടത് എന്ന കാര്യം പഠിച്ച് ആ കാര്യം അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലീഗിനെ വിമർശിക്കുന്നതിൽ ഒരു പിശുക്കും നമ്മൾ കാണിക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ ഇടക്കാലത്ത് വെച്ച് ജമാഅത്തെ ഇസ്ലാമിയെ കൂടുതൽ അങ്ങോട്ട് വിമർശിച്ച് ലീഗിനെ ഒന്ന് വിമർശിക്കുന്നില്ലേ നമ്മൾ എന്നുള്ള ഒരു തോന്നല് പൊതുവെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. ഒരു കൂട്ടർ ആശയം കൊടുക്കുന്നവരാണ്, മറ്റൊരു കൂട്ടർ ആ ആശയം വളരെ ശക്തമായി പ്രചരിപ്പിക്കുന്നവരാണ്. അപകടകാരി. അങ്ങനെ നോക്കിയാൽ ന്യൂനപക്ഷ വർഗീയതയുടെ വിഷവിത്ത് പേറുന്ന മുസ്ലിം ലീഗ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ നിലയ്ക്ക് തന്നെ നമ്മൾ കണ്ടുപോകണം.